സോ ഇന്നിപ്പോ എന്നോടൊപ്പം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ MBA പഠിക്കുന്ന രണ്ട് സുഹൃത്തുക്കളാണ് കേട്ടോ ഉള്ളത്. രണ്ടുപേരും വരുന്നതെന്ന് പറഞ്ഞാല് കണ്ണൂരിൽ നിന്നാണ്. ബ്രോന്റെ പേരെന്തായിരുന്നു? അശ്വിൻ. ഓക്കെ, ബ്രോന്റെ പേര് അശ്വിൻ എന്നാണ്. ബ്രോന്റെ പേരെന്താ? ജിതിൻ. ഓക്കെ, സോ രണ്ടുപേരും കണ്ണൂർക്കാരാണ്. കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂർ വന്നിട്ട് MBA പഠിക്കാനായിട്ട് വന്നതാണ്. സോ ഞാനിപ്പോ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ 1 year ആയിട്ട് അവർ ഇവിടെ പഠിക്കുകയാണ്. ഇപ്പൊ കറന്റിൽ അവരുടെ സ്പെഷ്യലൈസേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഈ ഒരു ലാസ്റ്റ് 1 year അവർ പഠിച്ച സമയത്ത് ഈ കോളേജിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ടാണ് വന്നത്. സോ ബ്രോ, അശ്വിൻ ബ്രോ ഏത് ബ്രാഞ്ചാ എടുത്തേക്കുന്നത്? MBA ഏതാ ഇപ്പൊ എടുത്തേക്കുന്നത് കറന്റ് സ്പെഷ്യൽ ലോജിസ്റ്റിക്സ് ആണ്. MBA ലോജിസ്റ്റിക്സ് ആണ് എടുത്തേക്കുന്നത് അല്ലേ? സോ ബ്രോ ഏതാ എടുത്തേക്കുന്നത്? ഇതിനെ ലോജിസ്റ്റിക്സ് ആണ്. രണ്ടുപേരും MBA ലോജിസ്റ്റിക്സ് ആണ് എടുത്തേക്കുന്നത്. സോ എന്തായിരുന്നു ഇപ്പൊ MBA ലോജിസ്റ്റിക്സ് കറന്റ്ലി ഇങ്ങനെ എടുക്കാനായിട്ടുള്ള ഒരു പ്ലാൻ എങ്ങനെ എന്തായിരുന്നു? ഞാൻ ലോജിസ്റ്റിക്സ് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് വന്നേ എടുക്കാൻ വേണ്ടിട്ട്. പക്ഷെ MBA സ്പെഷ്യലൈസേഷൻ എക്സ്ട്രാ കൂട്ടിയതേ HR കൂടി കൂട്ടിയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ അവൈലബിൾ ആണ്. ഓക്കെ, സോ അപ്പം MBA ഇൻ HR പ്ലസ് ലോജിസ്റ്റിക്സ് ആണ് എടുത്തേക്കുന്നത്. സോ ബ്രോയും അങ്ങനെയാണോ ചെയ്തേക്കുന്നത്? ഡ്യുവൽ ആണ് ചെയ്തേക്കുന്നത്. MBA പിന്നെ എന്താണ് HR പ്ലസ് ലോജിസ്റ്റിക്സ് ആണ് എടുത്തേക്കുന്നത് അല്ലേ? സോ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ HR പ്ലസ് ലോജിസ്റ്റിക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിലോട്ട് പോകുന്ന സമയത്ത് കുറച്ചുകൂടെ സാധ്യതയുണ്ട് അല്ലേ? സോ ഇപ്പൊ നിങ്ങൾ MBA ഇങ്ങനെ ഒരു ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ എടുത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻഡസ്ട്രിയിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രിഫറൻസ് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, മീൻസ് നിങ്ങൾക്ക് ഇപ്പം HR സൈഡിലും പോവാം, അതോടൊപ്പം തന്നെ ലോജിസ്റ്റിക്സ് സൈഡിലും പോകാനായിട്ട് സാധിക്കും. എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രോ, ഇപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ക്ലാസ്സസ് മാത്രമാണ്, അത് കൂടാണ്ട് എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ വിസിറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? IV ഒക്കെ ഉണ്ടാവും. ഓക്കെ, എത്ര ഡ്യൂറേഷനിലാണ് IV കണ്ടക്ട് ചെയ്യാറുള്ളത്? ഒരു 20-25 കിലോമീറ്റർ. അങ്ങനെയല്ല, ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. മീൻസ് എത്ര ഡേയ്സിനായിരിക്കും അവര് വിസിറ്റ്? വൺ ഡേ വിസിറ്റ്. നല്ല ഇൻഡസ്ട്രി വിസിറ്റ് ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഇൻഡസ്ട്രീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോ ഒരു സെമസ്റ്ററിൽ എത്ര തവണ അവർ തരുന്നുണ്ടാവും? അങ്ങനെ ഒരു ഡിപ്പെൻഡ് ഒരു 3 തവണയോ 4 തവണയോ. ഓക്കെ, ആ ഒരു എത്രത്തോളം ഫ്രീ ടൈംസ് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇനിയിപ്പോ നിങ്ങൾക്ക് 6 months കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഇതായിരിക്കും വരുന്നത് അല്ലേ? നിങ്ങളുടെ പിന്നെ ഡയറക്റ്റ് ഇൻഡസ്ട്രിയിൽ പോയിട്ട് നിങ്ങളുടെ പ്രോജക്ട് സബ്മിറ്റ് ചെയ്യുക, അങ്ങനെ ഒരു ഓപ്ഷൻ അങ്ങനെ ആയിരിക്കും നാലാമത്തെ സെമസ്റ്ററിൽ. സോ അപ്പം എവിടെ പോയിട്ട് പിന്നെ നിങ്ങളുടെ ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാനൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഇവിടെ തന്നെ, ബാംഗ്ലൂർ തന്നെയാണ്. സോ അതിന് വേണ്ടിയിട്ട് കോളേജിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് അവർ ചെയ്യുന്നുണ്ടോ? കോളേജിന്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ സീനിയർ സ്റ്റുഡൻസ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇവരിപ്പോ എന്താണ് ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് അവർ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന കമ്പനീസ് അല്ലെങ്കിൽ ആ ഒരു ഇന്റേൺഷിപ്പിന് വേണ്ടിയൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന കമ്പനീസ് വളരെ നല്ല കമ്പനീസ് ആണെന്നുള്ള അഭിപ്രായം അവർ പറയുന്നുണ്ടോ? നല്ല കമ്പനീസ് തന്നെയാണല്ലേ അവർ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ ഹോസ്റ്റലിലാണോ സ്റ്റേ ചെയ്യുന്നത് അതോ നിങ്ങൾ പുറത്താണോ സ്റ്റേ ചെയ്യുന്നത്? നമ്മൾ റൂം എടുത്ത് പുറത്താണ് സ്റ്റേ ചെയ്യുന്നത്. സോ എനിഹൗ PG സ്റ്റുഡൻസ് ആകുമ്പോൾ എന്തായാലും ഹോസ്റ്റലിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബിക്കോസ് നിങ്ങളിപ്പോ UG കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ നിങ്ങൾ നിയർ ആയിട്ട് തന്നെയാണ് റൂം എടുത്തേക്കുന്നത്? ഒരു 1.5 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. എങ്ങനെ പോയിട്ട് വരണം? 2 വീലർ ഉണ്ടോ? നാട്ടിൽ നിന്ന് വണ്ടിയെ കൊണ്ടുവന്നു. സോ പിന്നെ ഫുഡൊക്കെ എങ്ങനെ? സെൽഫ് കുക്കിംഗ് ആണോ? അപ്പൊ ഇവിടെ മെസ്സ് അവൈലബിൾ ആണോ? അല്ല, ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ PG സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് 3 നേരത്തെ ഫുഡ് കൊടുക്കുന്ന ചില മെസ്സുകൾ ഉണ്ടാവത്തില്ല പുറത്തുനിന്ന് തന്നെ? അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നാണ് കഴിക്കുന്നത്? ഹോട്ടൽസിൽ നിന്നാണ് കഴിക്കുന്നത്? ഹോട്ടലിനായിട്ട് തന്നെ ഇടയ്ക്ക് മെസ്സായിട്ടും കഴിക്കുന്നുണ്ട്. രണ്ടും മിക്സ് ചെയ്ത് പോകുന്നുണ്ടല്ലേ? എങ്ങനെയുണ്ട് ഒരു ലിവിംഗ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ? കുഴപ്പമില്ല, തട്ടുമുട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട്. എങ്ങനെ നാട്ടിൽ നിന്നുള്ള ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ബസ്സിലാണ് വരുന്നത്. കാലിക്കറ്റ് വരുന്നത്? കണ്ണൂരിന്ന് ഡയറക്റ്റ് ബസ് അവൈലബിൾ ആണ്. പക്ഷെ കണ്ണൂരിൽ നിന്ന് നമുക്ക് ബാംഗ്ലൂരിന് ട്രെയിൻ അവൈലബിലിറ്റി അല്ലേ? ഇവിടെ KSR വരെ ഉണ്ട്. KSR വരെയുള്ള സാധനങ്ങളും കുറച്ചുകൂടെ കംഫർട്ട് ബസ്സിന് വരുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, സോ ഇപ്പം എന്തായാലും നിങ്ങൾ ഡിഗ്രി രണ്ടുപേരും ഒരേ സ്ഥലത്താണ് ഡിഗ്രി പഠിച്ചേ? നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുമിച്ച് ആണോ? ഓക്കെ, ഡിഗ്രി എവിടെ പഠിച്ച രണ്ടുപേരും? നാട്ടിൽ തന്നെ പിലാത്ര കോപ്പറേറ്റീവ് കോളേജിലാണ്. പിലാത്ര കോപ്പറേറ്റീവ് കോളേജിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ രണ്ടുപേരും കൂടെ ഫ്രണ്ട്സ് ആയിട്ട് വീണ്ടും MBAക്ക് നിങ്ങൾ ഒരുമിച്ച് തന്നെ വരാൻ തീരുമാനിച്ചല്ലേ? ഓക്കെ, സോ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള കോളേജിൽ ഇപ്പൊ എന്തായാലും നാട്ടിലാണ് ഡിഗ്രി പഠിച്ചിരിക്കുന്നത്. നാട്ടിലുള്ള കോളേജിൽ ഡിഗ്രി പഠിച്ചതും ഇവിടെ വന്ന് MBA പഠിക്കുന്നതായിട്ട് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ക്വാളിറ്റി ഡിഫറൻസോ അല്ലെങ്കിൽ ഇവിടെ വന്ന് പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇവിടെ നമുക്ക് കുറെ ലാംഗ്വേജിൽ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ നമുക്ക് ലാംഗ്വേജ് സെറ്റ് ആവും. പിന്നെ എന്താണ് നാട്ടിൽ നിന്ന് പഠിച്ച് മടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്.
സോ നാട്ടിൽ നിന്ന് പഠിച്ച് മടുത്തിട്ട് ഇവിടെ വന്നപ്പോ എന്തെങ്കിലും എന്താണ് ഡിഫറൻസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ആ ഒരു നിങ്ങൾ ഉദ്ദേശിച്ച ഒരു എക്സ്പ്ലോഷർ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? കിട്ടാനൊന്നുമില്ല. ഒന്നുമില്ല, ഒരു പ്രശ്നമൊന്നുമില്ല. ഈവൻ നമ്മുടെ എന്താണ് ക്ലാസ് കൂടാണ്ട് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ തരുന്നുണ്ടോ? തരുന്നുണ്ട്. ഓക്കെ. സോ ഇപ്പം ഒരു സ്റ്റുഡന്റിന് വന്ന് പഠിച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ആണെന്ന് തോന്നുന്നുണ്ടോ ഇത്? നല്ല തന്നെയാണ്. സോ അപ്പം താങ്ക് യു ബ്രോ. താങ്ക് യു വെരി മച്ച്.